ബിഹൈൻഡ് സെൻസേഷൻസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് തിരുവോണ ദിവസമാണ്, എങ്കിലും എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ ആഘോഷമൊക്കെ ആയിട്ട് കാണത്തില്ലെന്നറിയാം, എങ്കിലും നാളെയോ മറ്റന്നാളോ ഒക്കെ ഇരുന്ന് എന്ത് ചെയ്യുക, കാണുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ജോലി കൃത്യമായിട്ട് ചെയ്തു പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ജോലിയാണ് എന്ത്, ഇനി ഇത് കാണുക, പഠിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ സെൻസ് ഓർഗനുകളെ പറ്റിയിട്ട് പഠിച്ചു അല്ലേ. അതിൽ ഐ എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് കാഴ്ച വരുന്ന സെൻസ് ഓർഗനെ പറ്റിയിട്ടാണ് നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ആ ക്ലാസ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ. കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഉള്ള പ്ലേലിസ്റ്റ് ഉണ്ട്. പ്ലേലിസ്റ്റ് ചെന്നിട്ട് നിങ്ങൾക്ക് ഇതിന് മുമ്പുള്ള ക്ലാസ്സും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. നോട്ട് ടെലഗ്രാമിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. 1-2 പാർട്ടായി കഴിയുമ്പോഴത്തേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ടാണ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് പോകുന്നത്. നോട്ട് ഉടനെ തന്നെ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നോട്ട് നോക്കിയിട്ട് അത്യാവശ്യ പോയിന്റുകളൊക്കെ പഠിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി, നമ്മുടെ കണ്ണെന്ന് പറയുമ്പോൾ കണ്ണിനകത്ത് ലെസ് ക്ലിയറുണ്ട്, കോറോയിഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് റെറ്റിന എന്ന് പറയുന്ന ഇങ്ങനെ 3 ലെയറുകളാണുള്ളത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ പറയുന്ന ഒരു ഭാഗം തള്ളി നിൽപ്പുണ്ട്, അത് നമ്മൾ കോർണിയ എന്ന് വിളിക്കും. ഈ കോർണിയയുടെ താഴെയായിട്ട് ഇവിടെ കാണുന്നതാണ് നമ്മുടെ ഐറിസ് എന്ന് പറയുന്നത്. അതിന് നടുക്ക് കാണുന്ന ഹോളിനെയാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന് പറയുന്നത് അല്ലേ. ഈ പ്യൂപ്പിൾ കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത്. ലെൻസ് കഴിഞ്ഞിട്ട് ഇവിടെ അക്വസ് ചേംബർ ഉണ്ട്, അതിൻ്റെ പുറകിലായിട്ട് വിട്രിയസ് ചേംബർ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സിൽ പഠിച്ചു. അതിൻ്റെ സ്ട്രക്ചർ എല്ലാവരും നല്ല രീതിയിൽ എന്ത് ചെയ്യണം, വരച്ച് തന്നെ പഠിക്കണം. ഓക്കെ, എന്ത് ചെയ്യണം, നല്ല രീതിയിൽ വരച്ച് തന്നെ എന്ത് ചെയ്യണം. ഇതുപോലത്തെ സ്ട്രക്ചർ അല്ല, കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കാണുന്ന സ്ട്രക്ചർ നന്നായിട്ട് വരച്ച് പഠിച്ചിരിക്കണം. മാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വരയ്ക്കാനോ ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യത കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ആദ്യത്തെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, കോർണിയ. അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഭാഗമാണ് ഐറിസ്, ലൈറ്റിൻ്റെ എമൗണ്ടിനെ കൺട്രോൾ ചെയ്യും. നടുക്കുള്ള ഹോളാണ് പ്യൂപ്പിള്. ഇവിടെ കാണുന്നതാണ് ലെൻസ്. ലെൻസിന് ഇവിടെ വെച്ച് വയ്ക്കുന്ന മസിലാണ് എന്ത്, നമ്മുടെ സീലിയറി മസിൽ എന്ന് പറയുന്നത്. സീലിയറി മസിലിൽ നിന്ന് ഇവിടെ ഫൈബറുകൾ വെച്ചിട്ട് ലെൻസിന് പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചേംബർ ഉണ്ട്. ഈ ഭാഗത്ത് പ്രത്യേക സെല്ലുകളുണ്ട് അല്ലേ. ഇവിടെ നമ്മുടെ റെറ്റിന ലെയർ എന്ന് പറയുന്നത്, റെറ്റിനയിൽ നിന്ന് വരുന്ന ലെയറുകളൊക്കെ അല്ലെ ഈ പറയുന്ന നെർവുകളൊക്കെ ചെന്ന് ഒപ്റ്റിക് നെർവായിട്ട് ബ്രെയിനിലോട്ട് പോകുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മുടെ കണ്ണുകളുടെ ലെയറുകളെ പറ്റിയിട്ടാണ്. ഓക്കെ, ഐ ചേംബർ ആൻഡ് ഹ്യൂമേഴ്സ്. ഓക്കെ, അതിലെ ചേംബറുകൾ, കണ്ണിനെ നമുക്ക് 2 ചേംബറായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് ഈ പറയുന്ന കോർണിയയ്ക്കും നമ്മൾ ഈ പറയുന്ന ലെൻസിനും ഇടയിലായിട്ട് കാണുന്ന ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഈ ഒരു ഭാഗം. ഓക്കെ, ഇതിനാണ് നമ്മൾ അക്വസ് ചേംബർ എന്ന് വിളിക്കുന്നത്. അക്വസ് ചേംബർ എന്ന് വിളിക്കുന്നത്. എങ്കിൽ ലെൻസിനും ഈ പറയുന്ന ഭാഗം റെറ്റിനയല്ലേ. അപ്പോൾ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയ്ക്ക് കാണുന്ന ഈ ഭാഗത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വിട്രിയസ് ചേംബർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് അക്വസ് ചേംബർ, ഇവിടെ കാണുന്നത് വിട്രിയസ് ചേംബർ എന്നിങ്ങനെ കണ്ണിന് 2 ചേംബറുകളാണുള്ളത്. അക്വസ് ചേംബറിനകത്ത് ഒരു ദ്രവം, ഒരു ഫ്ലൂയിഡ് വന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് അക്വസ് ഹ്യൂമർ. വിട്രിയസ് ചേംബറിനകത്തുള്ളതിൻ്റെ പേര് വിട്രിയസ് ഹ്യൂമർ. അപ്പോൾ പേര് പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ എന്താ പോയിന്റ് ഇപ്പോൾ പറഞ്ഞത്, കണ്ണിനെ നമുക്ക് 2 ലെയറുകളായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ആദ്യം കാണുന്ന ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഭാഗം കണ്ടോ, അതേത് ഭാഗത്തിനിടയിലായിരിക്കുന്നത്, ഇവിടെ കാണുന്ന കോർണിയല്ലേ, പുറത്ത് കാണുന്ന കോർണിയയ്ക്കും ഈ കാണുന്ന ലെൻസ് അല്ലേ. അപ്പോൾ കോർണിയയ്ക്കും ലെൻസിനും ഇടയിലായിട്ട് കാണുന്നത് അക്വസ് ചേംബർ. പേര് എഴുതി പഠിക്കാം, അക്വസ് ചേംബർ. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയ്ക്ക് കാണുന്നത് വിട്രിയസ് ചേംബർ. ഈ ഒരു പ്രത്യേകത എന്ന് നിറമെന്ന് എനിക്ക് ഇവിടെ കിട്ടുന്നില്ല, ആ നിറത്തിൽ കാണുന്നതാണ് വിട്രിയസ് ചേംബർ എന്ന് പറയുന്നത്. അക്വസ് ചേംബറിനകത്ത് ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിരിപ്പുണ്ട്. അതിൻ്റെ പേരാണ് അക്വസ് ഹ്യൂമർ. വിട്രിയസ് ചേംബറിനകത്താണെങ്കിലോ വിട്രിയസ് ഹ്യൂമർ എന്നും പറയും. സെയിം ഒക്കെയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവർക്കൊരു ജോലികളുണ്ട്. അക്വസ് ദ്രവം അല്ലെങ്കിൽ അക്വസ് ഹ്യൂമറിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ കണ്ണിൽ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ജോലി, അതുപോലെ ഈ പറഞ്ഞ ലെൻസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുക്കുക എന്നുള്ള ജോലിയൊക്കെ ആർക്കാണ്, അക്വസ് ഹ്യൂമറിനാണ്. അപ്പോൾ ന്യൂട്രിയൻസ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് രക്തത്തിൽ നിന്നാണ് വരുന്നത്, ബ്ലഡിൽ നിന്നാണ് ഈ പറയുന്ന അക്വസ് ഹ്യൂമർ ഉണ്ടാകുന്നത്. എന്നാൽ വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നത് ഒരു ജെല്ലി ലൈക്ക് സ്ട്രക്ചറാണ്. ഓക്കെ, ഒരു ജെല്ലി പോലത്തെ ഒരു ട്രാൻസ്പാരൻ്റ്, അതായത് പ്രകാശത്തെ കടത്തിവിടുന്ന സുതാര്യമായ ഒരു ഭാഗമാണ് എന്താ ഈ വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നത്. അധികം ജോലികളില്ല, കണ്ണിൻ്റെ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ആരുടെ ജോലി, വിട്രിയസ് ഹ്യൂമറിൻ്റെ ജോലി. അപ്പോൾ മാറിപ്പോയത് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്വസ് ഹ്യൂമറാണ്. വിട്രിയസ് ഹ്യൂമർ എന്താണ്, നമ്മുടെ ഐ ബോളിൻ്റെ ഷേപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ആരുടെ ജോലി, വിട്രിയസ് ഹ്യൂമറിൻ്റെ ജോലി. അത് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോളാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് പിടികിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ കണ്ണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഭാഗം കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തുണ്ട്, ഐ ചേംബറുകൾ 2 എണ്ണമാണുള്ളത്. അപ്പോൾ ആദ്യം കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ കാണുന്നത് അക്വസ്
ചേംബർ അതിനകത്തുള്ള ഫ്ലൂയിഡിൻ്റെ പേര് അക്വസ് ഹ്യൂമർ. എന്നാൽ ലെൻസിനും ഈ ഓറഞ്ച് നിറത്തിൽ കാണുന്നത് റെറ്റിനയാണ്. റെറ്റിനയ്ക്ക് ഇടയിൽ കാണുന്നത് വിട്രിയസ് ചേംബർ, അതിനകത്ത് കാണുന്ന ദ്രവത്തിൻ്റെ പേര് വിട്രിയസ് ഹ്യൂമർ. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. അപ്പോൾ നോക്കിയേ, ഐക്ക് 2 ചേംബറുകളാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് അക്വസ് ചേംബർ, മറ്റൊന്ന് വിട്രിയസ് ചേംബർ. ഇപ്പോൾ തന്നെ പഠിച്ചു, അക്വസ് ചേംബർ, മറ്റൊന്ന് വിട്രിയസ് ചേംബർ. മലയാളത്തിലും ചേംബറിന് പകരം അക്വസ് എന്ന വിട്രിയസ് എന്ന വാക്കിന് മാറ്റമൊന്നുമില്ല, സെയിം തന്നെയാണ്. ഇനി എവിടെയാണ് ഇരിക്കുന്നത്? കോർണിയയ്ക്കും ലെൻസിനും ഇടയിലായിട്ട് ഇരിക്കുന്നത് അക്വസ് ചേംബർ. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലായിട്ട് കാണുന്ന നമ്മുടെ ബുക്കിൽ ഗ്രീൻ കളറിൽ കണ്ടത്. ഇതിനകത്ത് എന്തുണ്ട്? അക്വസ് ദ്രവം അല്ലെങ്കിൽ അക്വസ് ഹ്യൂമർ ഉണ്ട്. എന്താ സംഭവം? രക്തത്തിൽ നിന്നാണ് ഇത് ഫോം ചെയ്യുന്നത്, ടിഷ്യൂ ഫ്ലൂയിഡ് പോലെ. എന്താ ജോലി? തിരിച്ച് രക്തത്തിലോട്ട് പോവുകയും ചെയ്യും. ജോലി റെഗുലേറ്റ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു കോർണിയ ആൻഡ് ലെൻസ്. കോർണിയയ്ക്ക് ലെൻസിനും ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ന്യൂട്രിയൻസും കൊടുക്കുക. അപ്പോൾ ഓക്സിജനും ന്യൂട്രിയൻസും കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ രക്തത്തിൽ നിന്ന് വന്നു എന്നുള്ളത് നമുക്ക് സംശയമൊന്നുമില്ല. നമ്മുടെ ശരീരത്തിലെ എല്ലാ ടിഷ്യൂസിനും ഓക്സിജൻ ന്യൂട്രിയൻസും ഒക്കെ എടുക്കുന്നതും ആരാണ്? രക്തമാണ്. അപ്പോൾ രക്തത്തിൽ നിന്നുണ്ടാകുന്നത് അക്വസ് ഹ്യൂമർ ആണെന്നുള്ള കാര്യം ഉറപ്പായിട്ട് പഠിച്ചു വെച്ചോളണം, ചോദിക്കും. അപ്പോൾ സെറ്റാണ്. അപ്പോൾ നമ്മുടെ കോർണിയയ്ക്കും ഈ പറയുന്ന നമ്മുടെ ഈ ഫൈബറുകൾ വച്ചു വയ്ക്കുന്ന ലെൻസിനും ഇടയിലായിട്ട് കാണുന്നതാണ് അക്വസ് ചേംബർ. അവിടെ കാണുന്ന ദ്രവത്തിൻ്റെ പേര് അക്വസ് ഹ്യൂമർ. ഇത് വരുന്നത് എവിടെ നിന്നിട്ടാണ്? രക്തത്തിൽ നിന്ന് വരുന്നു, രക്തത്തിലേക്ക് തിരിച്ച് ആഗിരണം ചെയ്യപ്പെടുന്നു. നിങ്ങൾ ഗ്ലൂക്കോമ എന്ന് പറയുന്നൊരു ഗ്ലോക്കോമ എന്നൊക്കെ പറയും, ഒരു അസുഖത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചെന്നും വരാം. കണ്ണിലെ പ്രഷറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരാറുണ്ട്. ഗ്ലോക്കോമയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഈ അക്വസ് ഹ്യൂമർ അല്ലെങ്കിൽ അക്വസ് ദ്രവത്തിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതായത് ഈ അക്വസ് ഹ്യൂമറിൻ്റെ അളവ് ഈ പറയുന്ന ചേംബറിൽ കൂടിക്കഴിഞ്ഞാൽ കണ്ണിൻ്റെ പ്രഷർ കൂടുകയും, പ്രഷർ കൂടുന്ന കാരണം ഒപ്റ്റിക് നെർവിന് ഡാമേജ് വരുന്നത്, അത് കാരണം കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട അസുഖമാണ് ഈ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ അതുകൂടി ഒന്ന് പഠിച്ചു വെച്ചു. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇപ്പോൾ നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരുന്ന കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ചോദ്യം വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ ക്ലാസ് കാണുന്ന കുട്ടികൾ ഉറപ്പായിട്ട് പഠിച്ചു വെച്ചോളണം. ഗ്ലോക്കോമയ്ക്ക് ഒരു കാരണമേ, പല കാരണമുണ്ട് നമുക്കൊരു അസുഖത്തിനെങ്കിലും. പ്രഷറുമായി ബന്ധപ്പെട്ട് വരുന്ന ഗ്ലോക്കോമ എന്ന് പറയുന്നൊരു കാരണമെന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അവിടെ നമുക്ക് അക്വസ് ഹ്യൂമറുമായിട്ട് ബന്ധപ്പെട്ട് വേണം ഉത്തരം എഴുതാനായിട്ട്. സെറ്റാണ്. ഇനി വിട്രിയസ് ചേംബർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? വിട്രിയസ് ചേംബർ എവിടെയാണ് ഇരിക്കുന്നത്? ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനകത്തൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സുതാര്യമായിട്ടുള്ള ഒരു ജെല്ലി ലൈക്ക് വിട്രിയസ് ഹ്യൂമർ ഉണ്ട്. എന്താ ജോലി? ഷേപ്പ് ഓഫ് ദ ഐബോൾ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ റെറ്റിനെ കറക്റ്റ് പൊസിഷനിൽ പിടിച്ചു വയ്ക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി? വിട്രിയസ് ചേംബറിൻ്റെ ജോലി. ഇതിങ്ങനെ റീ അബ്സോർബ് പരിപാടി അങ്ങനെയൊന്നും ചെയ്യുന്നൊരു സാധനമല്ല, അവിടെ ഇങ്ങനെ ഇരിക്കുന്നൊരു സംഭവമാണ്. എന്തെന്ന് പറയുന്നത്? വിട്രിയസ് ചേംബർ എന്ന് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും നമുക്ക് ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല, ഇത്രയും മാത്രം അറിഞ്ഞിരിക്കുക. സെറ്റല്ലേ? അപ്പോൾ അക്വസും വിട്രിയസും ഇവിടെ വ്യക്തമായിട്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള പോയിന്റുകളാണ് ഞാനിവിടെ നോട്ടായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ചോദ്യത്തിൽ പറയുന്നത് മേക്ക് എ ടേബിൾ ബൈ കമ്പയറിങ് ദ അക്വസ് ഹ്യൂമർ വിത്ത് ദ വിട്രിയസ് ഹ്യൂമർ. ഞാനത് എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് അക്വസ് ഹ്യൂമറുണ്ട്, വിട്രിയസ് ഹ്യൂമറുണ്ട്. ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ, എന്നാൽ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ് വിട്രിയസ് ഹ്യൂമർ. വാട്ടർ, അതായത് വെള്ളം പോലെ ഇരിക്കുന്ന ടിഷ്യൂ ഫ്ലൂയിഡാണ്. എന്നാൽ ഇതാണെങ്കിലോ ട്രാൻസ്പാരൻറ്റ് ജെല്ലിയിലേക്ക് മെറ്റീരിയലാണ് വിട്രിയസ് ഹ്യൂമർ. രക്തത്തിൽ നിന്ന് വരുന്നു, ടിഷ്യൂ ഫ്ലൂയിഡ് പോലെ. എന്നാൽ നോക്കി പ്രസൻറ്റ് ഫ്രം ദ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്, അല്ലേ? അതായത് കുട്ടിയായിരിക്കുന്ന സമയം തൊട്ട് നമ്മുടെ ഉദയത്തിൽ ഉള്ളതാണ്, പിന്നീട് മാറി വരുന്നതാണ്. ഫംഗ്ഷൻ എന്താണ്? ഓക്സിജനും ന്യൂട്രിയൻസും കോർണിയയ്ക്ക് ലെൻസിനും പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ എന്താണ്? പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക. എന്നാൽ പ്രഷറും ഷേപ്പും തമ്മിൽ വ്യത്യാസം വന്ന് മാറിപ്പോരുത്. ഷേപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഐയുടെ റെറ്റിനെ കറക്റ്റ് പൊസിഷനിൽ വയ്ക്കുന്നതും വിട്രിയസ് ഹ്യൂമർ ആണെന്നുള്ളത് നോക്കുക. സർക്കുലേഷൻ്റെ കാര്യം പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്യുകയും റീഅബ്സോർവ് ചെയ്യുകയും ചെയ്യുന്നു. ഐ പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നു. സർക്കുലേറ്റ് ചെയ്യുന്നില്ല, റിമെയിൻ സ്റ്റേബിൾ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ചേംബറുകളെ പറ്റി പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നോക്കി, കോർണിയയിൽ നിന്ന് ലൈറ്റ് എവിടെ പോകുന്നു? അക്വസ് ചേംബറിൽ പോകുന്നു. അവിടെ നിന്ന് പ്യൂപ്പിളിലേക്ക് പോകുന്നു. പ്യൂപ്പിളിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? നമ്മുടെ കണ്ണിലെ ലെൻസിലോട്ട് പോകുന്നു. ലെൻസിൽ നിന്ന് വിട്രിയസ് ഹ്യൂമറിലോട്ട് പോകുന്നു. അവിടെ നിന്ന് റെറ്റിനയിലോട്ട് പോകുന്നു. അങ്ങനെയല്ലേ കോർണിയ ലൈറ്റ് വന്ന് കോർണിയയിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? ഈ പറയുന്ന അക്വസ് ചേംബറിലോട്ട് പോകുന്നു. അക്വസ് ചേംബർ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ എന്തുണ്ട്? പ്യൂപ്പിളുണ്ട്, അല്ലേ? ഐറിസും പ്യൂപ്പിളും ഉണ്ട്. അകത്തൂടെ ലൈറ്റ് കടന്നു പോയിട്ട് ലെൻസിലൂടെ പോകുന്നു. അപ്പോൾ പ്യൂപ്പിൾ കഴിഞ്ഞിട്ട് എങ്ങോട്ടെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ലെൻസാണ്. ലെൻസ് കഴിഞ്ഞിട്ട് വിട്രിയസ് ചേംബറാണ്. വിട്രിയസ് ചേംബർ അല്ലെങ്കിൽ വിട്രിയസ് ഹ്യൂമർ, അതിനകത്തുള്ള വിട്രിയസ് ഹ്യൂമറാണ്. അത് കഴിഞ്ഞിട്ടാണ് റെറ്റിനിലോട്ട് പോകുന്നത്. അപ്പോൾ നോക്കടാ, നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോകാം. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് വരുത്താം. നിങ്ങൾ ഈ കണ്ണിൽ കാണുന്ന ഈ സംഭവം എന്തുവാണ്? ഈ നടുക്ക് കാണുന്നത് എന്തുവാണ്? പ്യൂപ്പിളാണ്. അപ്പോൾ ഈ ചുറ്റും കാണുന്ന സാധനത്തിൻ്റെ പേരെന്താണ്? ഇതിൻ്റെ പേരാണ് എന്ത്? ഐറിസ്. ഓക്കെ, എന്താണ്? ഐറിസ് എന്ന് പറയുന്നു. ഓക്കെ, നമ്മൾ ഇതിനെല്ലാം കൂടി ചേർത്ത് കണ്ണിൻ്റെ കൃഷ്ണമണി എന്ന് പറയും. ഓക്കെ, അപ്പോൾ
ഐറിസ് ഈസ് ദ പാർട്ട് സീൻ ബിഹൈൻഡ് ദ കോർണിയ. കോർണിയയ്ക്ക് പുറകിലായിട്ട് കാണുന്ന ഭാഗമാണ് എന്ത് ഐറിസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ വരും ഈ പറയുന്ന ഐറിസും കോർണിയയും മാറിപ്പോകത്തില്ലല്ലോ. ഇതാ ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഇതാണ് ഐറിസ്, ഇതാണ് ഐറിസ്. ഈ ഹോളാണ് എന്തെന്ന് പറയുന്നത് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. മാറിപ്പോകരുത്, പലപ്പോഴും മാറി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടോ ഈ പറയുന്ന ഭാഗം നമ്മുടെ കോറോയിഡ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഈ ഭാഗമാണ് ഐറിസ്. അതിന് നടുക്ക് കാണുന്ന ലൈറ്റ് കടത്തിവിടുന്ന ഹോളാണ് പ്യൂപ്പിൾ. അത് മാറിപ്പോകരുത്. അപ്പോൾ ഇവരുടെ ജോലിയെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. ഐറിസും പ്യൂപ്പിളും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ കണ്ണിനകത്തോട്ട് പോകുന്ന പ്രകാശത്തിൻ്റെ അളവിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നടുക്കുള്ള ഹോളാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഈ പ്യൂപ്പിളിൻ്റെ വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യും. നമ്മൾ നല്ല പ്രകാശമുള്ള സമയത്ത് പ്യൂപ്പിളിൻ്റെ അളവ് വളരെ ചെറുതായിരിക്കും. എന്നാൽ വെളിച്ചം കുറയുന്ന സമയത്ത് പ്യൂപ്പിളിൻ്റെ അളവ് കൂടും. കാരണം എന്താ, നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. നല്ല പ്രകാശമുള്ളപ്പോൾ ഈ പ്രകാശം മൊത്തം അടിച്ച് നമ്മുടെ കണ്ണിനകത്തോട്ട് കയറേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാണുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. ഇപ്പോൾ കാണാൻ ആവശ്യമുള്ള ലൈറ്റ് വന്നാൽ മതി. അപ്പോൾ നല്ല പ്രകാശം ചുറ്റും ഉണ്ടെങ്കിൽ ഒരു കുറച്ചളവ് മതി. അപ്പോൾ ഇതെന്തോ ഇങ്ങനെ ചുരുങ്ങും. അതായത് പ്യൂപ്പിളിൻ്റെ ഹോൾ എന്ന് പറയുന്നത് ചെറിയ ഹോളായിരിക്കും. എന്നാൽ പ്രകാശം കുറവാണ്, വൈകിട്ടൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ഉള്ള പ്രകാശം മൊത്തം അകത്ത് കയറണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്യൂപ്പിള് വലുതാവും. അപ്പോൾ വലുതാവുകയും ചെറുതാവുകയും ചെയ്യണമെങ്കിൽ ഇവിടെ കുറച്ച് മസിലുകൾ ഉണ്ടാവണം അല്ലേ. നമുക്ക് മസിലുകളാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ മസിലുകളെ പറ്റി നമുക്ക് പഠിക്കാം. അപ്പോൾ നോക്കിയോ, ഐറിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? ഇറ്റ് ഈസ് ദ പാർട്ട് സീൻ ബിഹൈൻഡ് ദ കോർണിയ. അത് നടുക്കുള്ള ഹോളാണ് പ്യൂപ്പിള് എന്ന് പറയുന്നത് എന്താണ്? അപ്പർച്ചർ സീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഐറിസ് അല്ലേ. അപ്പർച്ചർ ക്യാമറയൊക്കെ ഉപയോഗിക്കാൻ അറിയുന്നുള്ളവർക്കാണെങ്കിൽ ഇതിനെ പറ്റിയിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. നമ്മൾ ഡിം ലൈറ്റിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഈ പറയുന്ന അപ്പർച്ചർ വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്. ശരി, അതിലോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ നോർമൽ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്ട് 2 to 3 മില്ലിമീറ്റർ ആണ്. നോർമൽ സൈസ് എന്ന് പറയുന്നത് 2 to 3 മില്ലിമീറ്റർ വരെയാണ്. എന്നാൽ നമുക്കിത് മാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് 16 മടങ്ങ് വരെ കൂടുതൽ പ്രകാശം എന്ത് ചെയ്യാൻ പറ്റും, കണ്ണിനകത്തേക്ക് എത്തിക്കാൻ പറ്റും. അതായത് ഡിം ലൈറ്റ് വരുമ്പോൾ രാത്രിയൊക്കെ നിങ്ങൾ എണീറ്റ് പോകുന്ന സമയത്തൊക്കെ വളരെ ചെറിയൊരു പ്രകാശം പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അല്ലേ. പറ്റത്തില്ല. കാരണം നിങ്ങൾ പെട്ടെന്ന് റൂമിനകത്ത്, ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ റൂമിൽ ലൈറ്റ് ഉണ്ടാവും. നമ്മൾ റൂമിൽ ലൈറ്റ് അണച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അല്പസമയം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമുക്ക് ജനലിന് പുറത്തുള്ള അല്ലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒക്കെ ചെറിയ പ്രകാശം കാണാൻ പറ്റും. ചെറിയൊരു സമയം കഴിയും. അപ്പോൾ എന്താ പറ്റുന്നത്, ഈ പ്യൂപ്പിളിൻ്റെ അളവ് അങ്ങനെ അഡ്ജസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്യൂപ്പിളിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യും. ആരാ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അത് ഐറിസിൻ്റെ അടുത്തോട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് മസിലുകളാണ്. ഏത് സീലിയറി മസിലല്ല, വേറെ മസിലാണ്. അതിപ്പോൾ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ആ മസിലിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. 2 തരം മസിലുകളാണ് ഉള്ളത്. ഒന്ന് സർക്കുലാർ മസിലുകളും ഉണ്ട്, അതുപോലെ തന്നെ റേഡിയൽ മസിലുകളും ഉണ്ട്. സർക്കുലാർ മസിലും ഉണ്ട്, റേഡിയൽ മസിലും ഉണ്ട്. എന്താ ഈ ഭാഗത്ത് കാണുന്ന മസിലുകൾ, അതിൻ്റെ ഒരു ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം അല്ലേ. ഇങ്ങനെ വട്ടത്തിലാണ്, റൗണ്ടിലായിരിക്കുന്നത്. അതിൻ്റെ പേരാണ് സർക്കുലാർ മസിൽ. എന്നാൽ ഇങ്ങനെ നേരെ ഇരിക്കുന്ന മസിലുകൾ കാണുന്നുണ്ടല്ലോ, ഇവരുടെ പേരാണ് എന്താ, റേഡിയൽ മസിൽ. ഈ സർക്കുലാർ മസിലിൻ്റെയും റേഡിയൽ മസിലിൻ്റെയും മൂവ്മെൻറ്റ് കാരണമാണ് നമുക്ക് ഈ പറയുന്ന ഡിം ലൈറ്റിലും ബ്രൈറ്റ് ലൈറ്റിലും നമ്മുടെ പ്യൂപ്പിളിൻ്റെ വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യുന്നത്. നോക്കിയോ, ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ഈസ് റെഗുലേറ്റഡ് ബൈ ദ റേഡിയൽ മസിൽ ആൻഡ് ദ സർക്കുലാർ മസിൽസ്. അപ്പോൾ ഐറിസിനകത്തുള്ള സർക്കുലാറും റേഡിയൽ മസിലുകളാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ഹാസ് ടു ബി റെഗുലേറ്റഡ് ഇൻ ഓർഡർ ടു സീ ദ ഒബ്ജക്റ്റ് ക്ലിയർലി ഇൻ ഡിം ലൈറ്റ് ആൻഡ് ടു പ്രിവെൻറ്റ് ഡാമേജ് ടു ദ റെറ്റിന അറ്റ് ഇൻറ്റൻസ് ലൈറ്റ്. അല്ലേ, കൂടുതൽ പ്രകാശം വരുമ്പോൾ എല്ലാം കൂടി അടിച്ച് കണ്ണിൽ കയറിയാൽ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആരെങ്കിലും ഈ കണ്ണ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു മരുന്നൊക്കെ ഒഴിച്ച് കഴിയും അല്ലേ. ആ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ കണ്ണ് തുറക്കാൻ പറ്റാതെ ഒരു പ്രകാശം അടിച്ച് അകത്തോട്ടൊക്കെ കയറും. അപ്പോൾ അതുപോലെയൊക്കെ കയറി കഴിഞ്ഞാൽ റെറ്റിന ഡാമേജ് ആയിപ്പോകും. അപ്പോൾ അതുണ്ടാവാതിരിക്കാനാണ് ഈ മസിലുകൾ ബ്രൈറ്റ് ലൈറ്റിൽ ഈ പ്യൂപ്പിളിൻ്റെ അളവ് കുറയ്ക്കുന്നത്. അതായത് ഇവിടെ നോക്കിയാൽ ഇൻറ്റൻസ് ലൈറ്റ് എന്ന് വെച്ചാൽ കൂടുതൽ പ്രകാശം വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്ത് പറ്റും, സർക്കുലാർ മസിലുകൾ കോൺട്രാക്ട് ചെയ്യും, എന്ന് വെച്ചാൽ ചുരുങ്ങും. അപ്പോൾ ഈ ഹോളിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ കുറച്ച് പ്രകാശം മാത്രമേ അകത്തോട്ട് കയറി പോകത്തുള്ളൂ. നോർമൽ ലൈറ്റ് ആകുമ്പോൾ ഒരു മീഡിയം വലിപ്പമാണ്, ഈ പറയുന്നത് 2 to 3 നമ്മൾ മില്ലിമീറ്റർ നേരത്തെ പറഞ്ഞത്. ഇനി ഡിം ലൈറ്റ് വരുമ്പോഴത്തേക്കും കണ്ടോ റേഡിയൽ മസിൽ കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, ഈ സർക്കുലർ മസിൽ അങ്ങ് വലിക്കും. അപ്പോൾ രണ്ടുപേരും കോൺട്രാക്ട് മാറുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റും, ഹോളിൻ്റെ വലിപ്പം കൂടും. സോ കൂടുതൽ പ്രകാശം നമുക്ക് കിട്ടും. ലോജിക്കലി ഓർത്ത് വയ്ക്കാൻ പറ്റുമല്ലോ. അപ്പോൾ പ്യൂപ്പിൾ സൈസ് അല്ലേ, പ്യൂപ്പിൾ സൈസ് റെഗുലേഷൻ ആൻഡ് മസിൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പഠിക്കും നോക്കി. നമ്മുടെ കണ്ണിൻ്റെ ഐറിസ് എന്ന് പറയുന്നത് ഒരു കളേർഡ് ഭാഗമാണ് അല്ലേ. കൃഷ്ണമണിയുടെ നിറം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് സത്യത്തിൽ ആരുടെ നിറമാണ്, ഐറിസിൻ്റെ നിറമാണ്. ഓക്കെ, ആരുടെ നിറമാണ്, ഐറിസിൻ്റെ നിറമാണ്. ഓരോ ഐറിസും ഓരോ വ്യക്തികൾക്കും തനതായിരിക്കും. ഒരാളുടെ ഐറിസ് പോലും മറ്റൊരാൾക്ക് ഒരിക്കലും ഐറിസ് ഉണ്ടാകത്തില്ല. റെറ്റിന സ്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ബിഹൈൻഡ് ദ കോർണിയാണ് ഇത് കാണുന്നത്. ഓക്കെ, അതിൻ്റെ സെൻട്രൽ ഭാഗമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. അത് 2 to 3 മില്ലിമീറ്റർ വരെയാണ് അതിൻ്റെ വൈഡ് എന്ന് പറയുന്നത്. ഈ പ്യൂപ്പിളിൻ്റെ സൈസ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതായത് പ്യൂപ്പിൾ വൈഡൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏതാണ്ട് 16 മടങ്ങോളം ലൈറ്റ് നമുക്ക് അധികമായിട്ട് കണ്ണിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും.
ഓക്കെ. പ്യൂപ്പിൾ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റ് കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്യും. ഡിം ലൈറ്റ് ആണെങ്കിൽ പ്യൂപ്പിൾ എൻലാർജ് ചെയ്ത് കൂടുതൽ പ്രകാശത്തെ അകത്തോട്ടെടുക്കും. എന്നാൽ ഇൻറ്റൻസ് ലൈറ്റ് ആണെങ്കിൽ പ്യൂപ്പിൾ ചെറുതായിട്ട് ലൈറ്റിൻ്റെ അളവ് എന്ത് ചെയ്യും, കുറയ്ക്കും. അപ്പോൾ അതിന് സഹായിക്കുന്ന ആരൊക്കെയാണ്? 2 മസിലുകളാണ്, സർക്കുലാർ മസിലും റേഡിയൽ മസിലും. അപ്പോൾ പ്രകാശം കൂടുതലായിരിക്കുന്ന സമയത്ത്, ഓക്കെ, ബ്രൈറ്റ് ലൈറ്റ് ഉള്ള സമയത്ത് സർക്കുലർ മസിൽ കോൺട്രാക്ട് ചെയ്ത് പ്യൂപ്പിളിനെ എന്ത് ചെയ്യും, ചെറുതാക്കും. എന്നാൽ ഡിം ലൈറ്റ് ആകുമ്പോഴത്തേക്കും റേഡിയൽ മസിൽ വലിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന പ്യൂപ്പിളിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യുന്നു. ഓക്കെ. ഇതൊരു ഇൻവോളണ്ടറി ആക്ഷനാണ്. എന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത്, നമ്മൾ അറിയാതെ തന്നെ ഇത് ചെയ്യും. വോളണ്ടറി ഇൻവോളണ്ടറി എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ പറയുന്ന പിക്ചേഴ്സും ഇതിൻ്റെ അകത്തുള്ള ഈ പോയിന്റുകളും പഠിച്ചു വെച്ചോളണം. ചിലപ്പോൾ ഫിഗർ തന്നിട്ട് ഫില്ല് ചെയ്യാനൊക്കെ ചോദിക്കും. സെറ്റാണ്, തീർന്നു. നമ്മളിനി അടുത്ത് പോകുന്നത് നമ്മുടെ കണ്ണിൻ്റെ ലെൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ കണ്ണിൻ്റെ ലെൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ഈ പറയുന്ന ലെൻസ് എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ഈ പറയുന്ന പ്യൂപ്പിള് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഇതാണ് നമ്മുടെ കണ്ണിൻ്റെ ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാ ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഇതാണ് എന്ത്? ഇതാ ഇവൻ്റെ പേരെന്തുവാ? സീലിയറി മസിൽ. എന്തുവാണ്? സീലിയറി മസിൽ. സീലിയറി മസിലിൽ നിന്ന് ഇങ്ങനെ കുറേ നാരുകൾ, ഫൈബറുകൾ ഉണ്ട്. ഈ ഫൈബറുകളിലാണ് നമ്മുടെ കണ്ണിൻ്റെ ലെൻസിനെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നത്. ഫിസിക്സ് പഠിച്ച കുട്ടികളായ നിങ്ങൾക്ക് ഈ ലെൻസിൻ്റെ കർവേച്ചർ മാറും എന്നൊക്കെയുള്ള കാര്യം ഇതിനോടകം തന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ലെൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ നമുക്ക് നോക്കി കണ്ണിൻ്റെ ലെൻസ് എടുത്താൽ അതിന് 3 പ്രധാനപ്പെട്ട ഭാഗമാണുള്ളത്. ഒന്ന് ഇതാ ഈ ഡാർക്ക് നീല നിറത്തിൽ കാണുന്ന ഒരു ഔട്ടർ ഭാഗം അല്ലേ, നമ്മളതിനെ ക്യാപ്സ്യൂൾ എന്ന് വിളിക്കും. ഇത് വിളിക്കും ക്യാപ്സ്യൂൾ. നമ്മുടെ ഗുളികകളൊക്കെ വരുമ്പോൾ അതിന് ക്യാപ്സ്യൂൾ എന്ന് പറയത്തില്ല. ഇതാ ഇങ്ങനത്തെ ഷേപ്പിൽ അല്ലെ, നടുക്കിങ്ങനെ കട്ടുള്ള സാധനം ക്യാപ്സ്യൂൾ, ഗുളിക എന്ന് പറയും. അപ്പോൾ അതുപോലെ കണ്ണിനും ഒരു ക്യാപ്സ്യൂൾ പോലത്തെ ഒരു ഔട്ടർ ലെയർ ഉണ്ട്. അതിനകത്തായിട്ട് ഇങ്ങനെ വരവരയായിട്ട് കാണുന്ന ഭാഗമുണ്ടല്ലോ, ഇതിൻ്റെ പേരാണ് എന്ത്? ലെൻസ് ഫൈബർ. എന്താണ്? ലെൻസ് ഫൈബർ. ഇനി ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ ഭാഗത്തായിട്ട് ഒരു പ്രത്യേകതരം സെല്ല് കണ്ണിൻ്റെ ലെൻസിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ പേരാണ് എന്ത്? ലെൻസ് എപ്പിത്തീലിയം. ഈ ലെൻസ് എപ്പിത്തീലിയമാണ് സത്യത്തിൽ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലെൻസ് ഫൈബറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയോ, നമ്മുടെ കണ്ണിൻ്റെ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പുറമേ ഒരു ഭാഗമുണ്ട്. ഈ പുറമേ ഉള്ള ഭാഗത്തിൻ്റെ പേരാണ് ക്യാപ്സ്യൂള്. എന്താണ്? ക്യാപ്സ്യൂള്. ഈ ക്യാപ്സ്യൂള് കഴിഞ്ഞാൽ അകത്ത് ഇങ്ങനെ നാരായിട്ടൊരു സാധനമുണ്ട്. ഇതങ്ങനെ വെറുതെ അല്ല, ഇത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആരാ ഉണ്ടാക്കിയെടുക്കുന്നത്? ഇതാ ഈ ഫ്രണ്ട് ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക ലെയറുണ്ട്. ഈ ലെയറിൻ്റെ പേരാണ് നമ്മൾ എപ്പിത്തീലിയം എന്ന് പറയും. ഇത് പറയും എപ്പിത്തീലിയം. ലെൻസിൽ കാണുന്നത് കൊണ്ട് ഇതിനെ എന്ത് വിളിക്കും? ലെൻസ് എപ്പിത്തീലിയം എന്ന് വിളിക്കും. ഈ ലെൻസ് എപ്പിത്തീലിയമാണ് എന്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇതിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ കാണുന്ന നാരുകൾ പോലത്തെ സാധനത്തിൻ്റെ പേരാണ് എന്ത്? ലെൻസ് ഫൈബർ. ഇനി നോക്കിയേ, നമ്മളല്ലേ ഇങ്ങോട്ട് കണ്ണിൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ ഇവിടെയാണ് എന്ത് വരുന്നത്? കോർണിയ വരുന്നത്. ഇതാണ് കോർണിയ. കോർണിയ കഴിഞ്ഞ് ഇവിടെ ഉള്ളതാണ് എന്ത്? അക്വസ് ചേംബർ. ഇതിനകത്തുള്ള ദ്രവത്തിൻ്റെ പേരാണ് അക്വസ് ഹ്യൂമർ. ഈ അക്വസ് ഹ്യൂമറാണ് ഇതിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും ന്യൂട്രിയൻസ് നമ്മളവിടെ പറഞ്ഞു അല്ലേ. കോർണിയയ്ക്കും അതുപോലെ ലെൻസിനും വേണ്ട ന്യൂട്രിയൻസ് കൊടുക്കുന്ന അക്വസ് ഹ്യൂമറാണെന്ന് പറഞ്ഞു. അതാണ് സംഭവം. ഈ കാണുന്ന എപ്പിത്തീലിയത്തിനാണ് ഈ പറയുന്ന ഓക്സിജനും കാര്യങ്ങൾ കൊടുക്കുന്നത്. ആ എപ്പിത്തീലിയമാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ കാണുന്ന ഫൈബറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലെൻസിൽ എത്ര ഭാഗമുണ്ടാ? 3 ഭാഗമാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് അതിൻ്റെ ക്യാപ്സ്യൂള്, അതായത് ഇലാസ്റ്റിക് മെമ്പറിൻ ദാറ്റ് കവർ ദ എൻറ്റയർ ലെൻസ്. അടുത്ത് വരുന്ന ലെൻസ് ഫൈബർ, എന്താണ്? മെയിൻ ബൾക്ക്, അകത്ത് കാണുന്ന ഭാഗം കാണുന്നത്. എപ്പിത്തീലിയം എന്ന് വെച്ചാൽ എന്താണ്? ലെയർ ഓഫ് സെല്ല് ലൊക്കേറ്റഡ് ഓൺലി ഓൺ ദ ആൻറ്റീരിയർ പാർട്ട്, എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ മാത്രം, ബിറ്റ്വീൻ ലെൻസ് ഫൈബറും ക്യാപ്സ്യൂളും. ഈ എപ്പിത്തീലിയം കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യും? ഈ പറയുന്ന ലെൻസ് ഫൈബറുകളെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനകത്തൊരു പ്രോട്ടീനുണ്ട്. പ്രോട്ടീൻ്റെ പേരാണ് ക്രിസ്റ്റലൈൻ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ദ മെയിൻ സ്ട്രക്ചർ പ്രോട്ടീൻ എന്ന ലെൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രിസ്റ്റലൈൻ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇത് വെച്ചാണ് നമ്മൾ ട്രാൻസ്പാരൻസി, ഫ്ലെക്സിബിലിറ്റി ഒക്കെ കൊടുക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുക്കുന്ന ആരാണ്? അത് അക്വസ് ഹ്യൂമർ ആണ്. പ്രായത്തിനനുസരിച്ച് അതിപ്പോൾ പറയുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതാണ് പറഞ്ഞത്, ലെൻസിന് 3 ഭാഗങ്ങളുണ്ട്. ഇലാസ്റ്റിക് മെമ്പറൈനെ കാണുന്ന ക്യാപ്സ്യൂൾ എന്ന് പറയും. ലെൻസ് ഫൈബർ ഉണ്ട്. പിന്നെ എന്തുണ്ട്? എപ്പിത്തീലിയം ഉണ്ട്. ആൻറ്റീരിയർ പാർട്ട് മാത്രമേ ഇത് കാണത്തുള്ളൂ. ഇപ്പോൾ പറഞ്ഞ പോയിന്റുകൾ ക്രിസ്റ്റലൈൻ ഫൈബറും ഒക്കെയാണുള്ളത്. ഇനി ഫിസിക്സിലോട്ട് പോവാം. ഓക്കെ, ഇനി ലെൻസ് ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കടാം. ലെൻസ് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുകയാണ് അല്ല. ആരാ പിടിച്ചു വെച്ചേക്കുന്നത്? ലിഗമെൻറ്റുകളാണ്. ഞാൻ നേരത്തെ ഫൈബർ എന്ന് പറഞ്ഞ സാധനം അല്ലേ, എന്താണ്? ലിഗമെൻറ്റുകളാണ്. ഞാൻ ഫൈബർ എന്ന് പറഞ്ഞാൽ ലിഗമെൻ്റ് ആണ്, മാറിപ്പോലെ. ലിഗമെൻറ്റുകളാണ്. ലിഗമെൻറ്റിൻ്റെ മുകളിലായിട്ട് ആരിപ്പുണ്ട്? സീലിയറി മസിലുകളും ഇരിപ്പുണ്ട്. അപ്പോൾ ഈ സീലിയറി മസിലുകളും ലിഗമെൻറ്റിൻ്റെയും ജോലി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഫിസിക്സ് കണ്ട കുട്ടിയൊക്കെ അറിയാം. എന്താണ്? നമ്മൾ അടുത്തുള്ള ഒബ്ജക്റ്റിനെ നോക്കുമ്പോഴും ദൂരെയുള്ള ഒബ്ജക്റ്റിനെ നോക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഈ പറയുന്ന കണ്ണിൻ്റെ ഫോക്കസും ഫോക്കൽ ലെങ്ത് ലെൻസൊക്കെ പഠിച്ചവരാണല്ലേ. അഡ്ജസ്റ്റ് ചെയ്യുന്ന ആരാണ്? ഈ പറയുന്ന ലിഗമെൻറ്റും അതുപോലെ സീലിയറി മസിലുകളും കൂടെ ചേർന്നിട്ടാണ്.
സോ ഈ പ്രോസസ്സിനെ അല്ലെങ്കിൽ ഈ ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ. ദ എബിലിറ്റി ഓഫ് ദ ഐ ടു ഫോക്കസ് ഇമേജ് ഓഫ് ബോത്ത് നിയർ ആൻഡ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് ആക്യുറേറ്റ്ലി ഓൺ ദ റെറ്റിന ഈസ് കോൾഡ് പവർ ഓഫ് അക്കോമഡേഷൻ. ഇതെങ്ങനെയാണ്? ഇത് ഈ പറയുന്ന നമ്മുടെ ലെൻസിൻ്റെ കർവേച്ചറിനെ മാറ്റിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കാര്യം ഒന്ന് പറഞ്ഞു തരാം, എന്നിട്ട് കാര്യത്തിലോട്ട് പോവാം. അത് കാരണം ഫിസിക്സ് ആണ്, ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ. 2 ലെൻസ് ഉണ്ട്. ഇതൊരു ലെൻസ്, ഇതൊരു ലെൻസ്. 2 ലെൻസിൽ ആർക്കാ ഫോക്കൽ ലെങ്ത് കൂടുതൽ? ഇവനാണ് ഫോക്കൽ ലെങ്ത് കൂടുതൽ അല്ലേ. ഇവൻ്റെയൊക്കെ തിക്നെസ് കുറവായതുകൊണ്ട് ഇവൻ കുറച്ച് ദൂരോട്ട് ഫോക്കസ് ചെയ്യും. ഇവൻ നല്ല തിക്കായതുകൊണ്ട് നല്ല അടുത്തോട്ട് ഫോക്കസും ചെയ്യും. സംഭവം 2 ഓക്കെ ആണല്ലോ, പിടികിട്ടിയല്ലോ. ഇനി നമ്മുടെ കാര്യത്തിലോട്ട് വരാം. നമ്മളൊരു ഒബ്ജക്റ്റ് ദൂരെ ഇരിക്കുകയെന്ന് വിചാരിക്കുക. ഒബ്ജക്റ്റ് ദൂരെ ഇരിക്കുകയാണ്, ദൂരെ ഇരിക്കുകയാണ്. അപ്പോൾ ദൂരെ നിന്ന് വരുന്ന ലൈറ്റ് നമുക്കറിയാം ഏതാണ്ട് സ്ട്രൈറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ലെൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ലെൻസ് നമുക്ക് ഒരുപാട് എന്താ നോക്കിയേ, ദൂരെ നിന്ന് ഇങ്ങനെ ലൈറ്റ് വരിക. ഈ ലെൻസ് ഐറിസ് പ്യൂപ്പിൾ ഒക്കെ കയറി വന്ന് അകത്ത് എത്തിക്കഴിഞ്ഞു. ഇത് നമുക്ക് ഇവിടെ നിൽക്കുന്ന റെറ്റിനയിലോട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടത്, റെറ്റിനയിലോട്ടാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഒരുപാട് കർവേച്ചറിൻ്റെ ആവശ്യമുണ്ടോ? ഒരുപാട് കർവേച്ചറിൻ്റെ ആവശ്യമുണ്ട്. കാരണം ആലോചിച്ച് ലൈറ്റ് വരുന്ന ഡയറക്ഷൻ ഇതാണ്. ഇത്രയും ഒരു ആംഗിളിൽ ബെൻഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഒരുപാട് കർവേച്ചറിൻ്റെ ആവശ്യം, ഒരുപാട് തിക്ക് ലെൻസിൻ്റെ ആവശ്യമില്ല. ഇനി ഇതേപോലെ നമുക്ക് അടുത്തൊരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. അപ്പോൾ ലൈറ്റ് വരുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും ഒബ്ജക്റ്റിന് ലൈറ്റ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു തിക്കായിട്ടുള്ള ലെൻസ് ഇരുന്നാലേ പറ്റുള്ളൂ. കാരണം എന്താ? ഇങ്ങോട്ടാണ് പോകേണ്ടത്. ലൈറ്റ് വന്ന പാത്ത് ഇതാണ്. എന്നാൽ ഇതിനെ നമുക്ക് മാക്സിമം ഫോക്കസ് ചെയ്താലേ ഇവിടെ എത്തിക്കാൻ പറ്റുള്ളൂ, റെറ്റിനിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത്രയും ആംഗിൾ എന്ത് ചെയ്യണം? ബെൻഡ് ചെയ്യണം. ഒരുപാട് ടെക്നിക്കൽ ടേംസ് കയറി ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നതല്ല, മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ഓക്കെ. അപ്പം കൂടുതൽ ബെൻഡ് ചെയ്യേണ്ട എപ്പോഴാണ്? ഒബ്ജക്റ്റ് നിയർ ഇരിക്കുമ്പോഴാണ് കൂടുതൽ ബെൻഡ് ചെയ്യേണ്ട. ഒറ്റ വാക്ക് പഠിച്ചാൽ മതി. എപ്പോഴാണ് ലൈറ്റിന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യപ്പെടേണ്ടത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുമ്പോഴാണ്? നിയർ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കഴിവുള്ള ലെൻസ് എന്തായിരിക്കും? തിക്കായിട്ടുള്ള ലെൻസിനായിരിക്കും പറ്റുന്നത്. മനസ്സിലായല്ലോ. ഒബ്ജക്റ്റ് അടുത്തിരിക്കുമ്പോഴാണ് ലൈറ്റിന് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരേണ്ടത്? ഇത്രയും ദൂരം ബെൻഡ് ചെയ്യിപ്പിച്ച് റെറ്റിനയിൽ കൊണ്ടുവരേണ്ടി വരുന്നത്. ദൂരെ ഇരിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ പിന്നെ എളുപ്പമാണ് കാര്യങ്ങൾ. നോക്കിക്കോ, ഇവിടെ കണ്ടോ, ഇവിടെ ഒബ്ജക്റ്റ് ദൂരെ ഇരിക്കുകയാണ്. അപ്പോൾ ലെൻസിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്, തിക്നെസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതായത് സീലിയറി മസിലുകൾ റിലാക്സ് ചെയ്യും. റിലാക്സ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ഫൈബറുകളുണ്ടോ, ഈ ലിഗമെൻറ്റുകൾ അങ്ങോട്ട് വലിക്കും. അപ്പോൾ എന്ത് പറ്റും? ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിന് വലിക്കുമ്പോൾ അത് ചുരുങ്ങും അല്ലേ. അതിൻ്റെ കട്ട് ചെയ്യുന്നത്, ഇപ്പോൾ കട്ട് ചെയ്ത ലെൻസാണെന്ന് വിചാരിക്കുക, ഇങ്ങനെ ഇരിക്കുകയാണ്. മുകളിൽ നിന്ന് താഴെ നിന്ന് വലിക്കുമ്പോൾ എന്ത് പറ്റും? ചുരുങ്ങും, തിക്നെസ് കുറയും. കാരണം എന്താ? നമുക്ക് ലൈറ്റിനെ ഒരുപാട് അങ്ങോട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബെൻഡ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ വെൻ വ്യൂയിങ് ദ ഒബ്ജക്റ്റ് നിയർ ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ലൈറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? ബെൻഡ് ചെയ്യണം. അപ്പോൾ ഈ ഫൈബറുകൾ ഇവിടെ ലൂസായിട്ടിരിക്കണം. അതായത് ഈ പറയുന്ന സീലിയറി മസിൽ എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. ഇപ്പോൾ കുറച്ച് മുന്നോട്ട് വരും. അപ്പോൾ ഈ ഫൈബറൊക്കെ അങ്ങ് ലൂസാവും. ആ ഫൈബറൊക്കെ എന്ത് ചെയ്യും? ലൂസാവും. ഇവിടെ അങ്ങനെ വലിഞ്ഞിരിക്കുകയാണ്. ഇവിടെ എന്താവും? ലൂസാവും. ലൂസാവുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ച് ഇത് നല്ല ഡുങ്കുടുമായിട്ട് മാറും അല്ലേ. നമ്മളാണ് ഡുങ്കുടു എന്ന് പറയുന്നത്, നല്ല വീർത്തിരിക്കും. അപ്പോൾ ഈ വീർത്തിരിക്കുമ്പോൾ എന്ത് പറ്റും? ഇത് നേരെ വന്നിട്ട് കറക്റ്റായിട്ട് നമ്മുടെ റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യും. കിട്ടുന്നുണ്ടോ പറയുന്ന കാര്യം? അപ്പോൾ റോൾ ഓഫ് സീലിയറി മസിൽ ആൻഡ് ലിഗമെന്റ് ആൻഡ് പവർ ഓഫ് അക്കോമഡേഷൻ ചോദിച്ചാൽ നിങ്ങൾ പറയണം, ലെൻസ് എന്ന് പറയുന്നത് സീലിയറി മസിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ത്രൂ ലിഗമെന്റ്. അത് നമ്മൾ സസ്പെൻസറി ലിഗമെന്റ് എന്നാണ് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അറേഞ്ച്മെൻറ്റ് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെൻസിൻ്റെ ഷേപ്പിനെ ചേഞ്ച് ചെയ്ത് ഫോക്കൽ ലെങ്ത് മാറ്റാൻ പറ്റും. അതിനാണ് നമ്മൾ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ഒബ്ജക്റ്റ് ഇരിക്കുന്ന ദൂരെയാണെങ്കിൽ ലെൻസിന് അധികം തിക്നെസ് ഉണ്ടാവത്തില്ല, വന്ന് റെറ്റിനെ ഫോക്കസ് ചെയ്യും. എന്നാൽ നിയറിലാണ് ഇരിക്കുന്നതെങ്കിൽ കണ്ടോ, ലൈറ്റ് വരുന്നത് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എന്ത് പറ്റും? ലെൻസ് കുറച്ച് തിക്കായിട്ടിരുന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ദൂരെയുള്ള ഒബ്ജക്റ്റിനെ നോക്കുന്ന സമയത്ത് സീലിയറി മസിലുകൾ റിലാക്സ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഫൈബർ ലിഗമെൻറ്റ് സ്ട്രെച്ച് ചെയ്തിരിക്കും. ഞാൻ എപ്പോഴും ഫൈബർ എന്ന് പറയുന്നത് അല്ലേ, ലിഗമെൻറ്റ് സ്ട്രെച്ച് ചെയ്തിരിക്കും. അപ്പോൾ ലെൻസ് എന്ന് പറയുന്നത് കൂടുതൽ ഫ്ലാറ്റ് ആവും, ലെസ് കർവ്ഡ് ആവും. അപ്പോൾ ഫോക്കസ് ചെയ്ത് കറക്റ്റായിട്ട് റെറ്റിനെ എത്തിക്കാൻ പറ്റും. എന്നാൽ നിയർ ബൈ ഒബ്ജക്റ്റ് നോക്കുന്ന പറയുന്നത് സീലിയർ മസിൽ കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? ലിഗമെൻറ്റ് ലൂസ് ആവുമ്പോൾ എന്താ പറ്റുന്നത്? ഇവിടെ കണ്ടോ, ലിഗമെൻ്റ് പടം ഇല്ലല്ലേ, ഞാൻ അതോടെ ആഡ് ചെയ്യാൻ മറന്നു. ലിഗമെൻറ്റ് ലൂസ് ആവും. അപ്പോൾ എന്ത് പറ്റും? കൂടുതൽ റൗണ്ടഡ് ആവും, കൂടുതൽ കർവ്ഡ് ആവും. അങ്ങനെ റിഫ്രാക്റ്റീവ് പവർ കൂടി റെറ്റിനയിലോട്ട് എത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് പറ്റുന്ന സംഭവം. അപ്പോൾ ഇവിടെ ഫിഗർ വരുമ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇങ്ങോട്ട് നമുക്ക് ആരെ വരയ്ക്കണം? ഈ പറയുന്ന നമ്മുടെ സീലിയറി മസിലിനെ വരച്ചിട്ട് ഫൈബറുകൾ ലൂസായിരിക്കുന്നതായിട്ട് കാണിക്കണം. ഓക്കെ, എങ്ങനെ ഇരിക്കും? ലൂസായിരിക്കുന്നതായിട്ട് കാണിക്കും. അപ്പോഴാണ് നമുക്ക് നിയർ ബൈ ഒബ്ജക്റ്റിനെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത്രയും പറയുമ്പോഴത്തേക്കും തീർന്നു. ഇനി വരുന്ന റെറ്റിനയാണ്. റെറ്റിന കുറച്ച് പറയാനുണ്ട്, അത് അടുത്ത ക്ലാസ് പറയും. എൻ്റെ കുറേ ലെങ്ത് ആയെന്ന് തോന്നുന്നു വീഡിയോ. ഓക്കെ, അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.